നമസ്കാരം. ഒടുവിൽ കേരളം പ്രതീക്ഷിച്ചതുപോലെ അഥവാ ആശങ്കപ്പെട്ടതുപോലെ ആ വിധി ഉണ്ടായിരിക്കുന്നു. മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല, കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:15 വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്ന് രാവിലെ തന്നെ കേസ് എടുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ വിധി നീണ്ടുപോയപ്പോൾ കേരളത്തിന്റെ പൊതുബോധം ആശങ്കപ്പെട്ടത്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നേ തന്നെ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടായിരുന്നത് തന്നെയാണ്. CPM ഭരിക്കുമ്പോൾ CPMന്റെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ADM നവീൻ ബാബുവിന്റെ ഈ ദുരൂഹമായ മരണത്തിനു പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ മതിയാകില്ല, അതിന് CBI തന്നെ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം നിരാകരിക്കപ്പെടും, ഒരു കാരണവശാലും CBI അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയായിരുന്നു കേരളത്തിന്റെ പൊതുബോധം ആശങ്കപ്പെട്ടിരുന്നത്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കോടതി ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു: നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ യാതൊരു രേഖകളും സമർപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം ഇല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലെ CPMന്റെ സമ്മന്നതരായ നേതാക്കൾ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഈ കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല, നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ആശങ്ക തന്നെയാണ് കുടുംബത്തിനും കേരളത്തിന്റെ പൊതുബോധത്തിനും ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം ദുരൂഹതകൾ അഴിക്കുന്നതിന് CBI അന്വേഷണം കൂടിയേ തീരൂ എന്നുള്ള കുടുംബത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുബോധത്തിന്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധം ആഗ്രഹിച്ചതിന് വിപരീതമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു വിഷയവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബക്കാരും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം ദുരൂഹതകൾ ഉണ്ട് താനും. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെ CCTV ദൃശ്യങ്ങൾ ഇനിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർ തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്ത് ഇറക്കി വിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. നവീൻ ബാബു യാത്രയപ്പ് ദിവസം വീട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അറിയുവാൻ വേണ്ടിയുള്ള റെയിൽവേ സ്റ്റേഷൻ അകത്തോ പുറത്തോ ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടില്ല എന്നാണ് RPF തന്നെ പറഞ്ഞത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇത് തന്നെയാണ് നേരത്തെ സാക്ഷ്യം ചെയ്തിരുന്നത്. ഇതുപോലെ തന്നെയാണ് നവീൻ ബാബു മരണപ്പെട്ട ദിവസം ആരൊക്കെയായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഡിജിറ്റൽ എവിഡൻസുകൾ, കോൾ റെക്കോർഡ്സുകൾ, ടവർ ലൊക്കേഷനുകൾ ഒന്നും തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലുള്ള കുറ്റമറ്റ അന്വേഷണമാണ് പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷി ചോദിക്കുന്നത്. ഇത്തരത്തിൽ യാതൊരു തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന് മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഡ്രൈവർ ഷംസുദ്ദീനെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ TV പ്രശാന്തിനെ പോലീസ് ഒരു കാരണവശാലും വിളിച്ച് പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കുന്ന അരുൺ വിജയനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ശരിയായ വിധത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ പിന്നെ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധം ചോദിക്കുന്നത്. ഈ കേസിൽ, അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു പോലീസ് പ്രതി ചേർത്ത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയും പോലീസ് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് PP ദിവ്യയെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ആ കസ്റ്റഡി സമയം കഴിയുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി PP ദിവ്യയെ വീണ്ടും കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ സർക്കാരും CPMും ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഒരു കാരണവശാലും പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അന്ന് കേരളത്തിന്റെ പൊതുബോധം വിലയിരുത്തിയിരുന്നത്, ആശങ്കപ്പെട്ടിരുന്നത്. ഇത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതിയുടെ നിലപാട് നവീൻ ബാബുവിന്റെ കുടുംബത്തെയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയെയും നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ വിഷയത്തിൽ തങ്ങൾ ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും, നവീൻ ബാബുവിന്റെ ആത്മാവിന് ശാന്തി
കിട്ടുന്നതുവരെ, നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അകലുന്നതുവരെ തങ്ങൾ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടമായി പോകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നവീൻ ബാബുവിന്റെ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ളൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. ഇനി നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കുടുംബം ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിലോ അഥവാ സുപ്രീം കോടതിയിലോ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്നും 3 കോടി രൂപയും 100 പവനും കാണാതായതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ നിന്നും കുറ്റവാളിയെ കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ ആ കേസ് തെളിയിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെ പോലും CCTV ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ അർത്ഥം ഈ മരണത്തിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതിപ്പെടുന്നത്, ആരോപണം ഉയർത്തുന്നത്. കേരളത്തിന്റെ പൊതുബോധം അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണവും. പെരുമ്പാവൂരിൽ ജിഷ എന്ന ഒരു നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ജിഷയുടെ വീടിന് പരിസരത്തുള്ള അയൽവാസികളെയും നാട്ടുകാരെയും എല്ലാവരെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയി പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തതായി നമുക്കറിയാം. ആ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്ത ആളുകൾ ഇന്ന് പലരും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. എന്നിട്ടാണ് പിന്നീട് അമീറുള്ള ഇസ്ലാം എന്ന് പറയുന്ന ഒരാളിലേക്ക് പോലീസ് അവസാനം എത്തിച്ചേരുന്നത്, കൊലപാതകയെ കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ADM നവീൻ ബാബുവിനെ യാത്രയപ്പ് ദിവസം അവസാനമായി മുനീശ്വരൻ കോവിൽ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഷംസുദ്ദീനെ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് പരിയാരൻ മെഡിക്കൽ കോളേജിലെ TV പ്രശാന്തൻ എന്ന് പറയുന്ന ആളെ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആളെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ ശരിയായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യാത്തത്? പോലീസിന്റെ ചോദ്യം ചെയ്യൽ മുറയെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായി കേട്ടറിവുള്ളതാണ്. പോലീസ് ചോദിക്കേണ്ടതുപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഏതു കുറ്റവാളിയെ കൊണ്ടും സത്യം പറയിപ്പിക്കാനും തെളിയിക്കാനും കേരള പോലീസിന് സാമർഥ്യമുണ്ട്. അവർ മിടുക്കന്മാരാണ്. പക്ഷേ അവർക്ക് കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നു. ഭരണവർഗത്തിന്റെയും CPM-ന്റെയും ഒത്താശയ്ക്കൊത്ത് താല്പര്യങ്ങൾക്കൊത്ത് ഇവിടെ പോലീസ് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കേരളത്തിന്റെ മനസാക്ഷി ഇപ്പോൾ ആരോപിക്കുന്നത്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി എല്ലാ വിഷയത്തിലും ദുരൂഹതകളാണ് എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ റാൾഫ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിശദമായ ആർഗ്യുമെന്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ ഇത്തരം ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ജോൺ റാൾഫ് പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തം കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ ആ വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകട്ടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. CPM അഥവാ കമ്മ്യൂണിസം അസ്ഥിക്ക് പിടിച്ച ചെറുപ്പം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ പ്രജിത്ത് എന്ന ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിൽ തന്നെ ദുരൂഹതകളുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്തുകൊണ്ടാണ് മരണശേഷം ഒരാളുടെ ആന്തരിക അവയവങ്ങൾ എടുത്തുകൊണ്ട് ടോക്സോളജിക്കൽ അനാലിസിസിന് അയക്കാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർക്ക് മൗനമാണ്. ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് ഡോക്ടറെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. നവീൻ ബാബുവിന്റെ ആന്തരികാവയവങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടില്ല. കാരണം നവീൻ ബാബു മരണപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും വിഷപദാർത്ഥങ്ങൾ ഉള്ളിലെത്തിയിട്ടുണ്ടോ എന്നറിയുന്നെങ്കിൽ ടോക്സോളജിക്കൽ ടെസ്റ്റ് കൂടിയേ സാധിക്കൂ. അതിന് ആന്തരികാവയവങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടില്ല. ഇതെല്ലാം പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ്. അതുപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ കഴുത്തിൽ പാടുണ്ടായിരുന്നു, നവീൻ ബാബുവിന്റെ മൃതശരീരത്തിൽ അങ്ങിങ്ങായി ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല. പോലീസിന്റെ അന്വേഷണ വിഭാഗം ഇക്കാര്യങ്ങളൊന്നും തന്നെ ചോദ്യം ചെയ്ത് തെളിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റമറ്റ രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സർക്കാരിന്റെ വാദത്തിന് അവിടെ തന്നെ തിരിച്ചടിയാവുന്നു. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും കോടതിക്ക് ലഭ്യമായിട്ടില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം നിരീക്ഷണം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒരു തരത്തിലും കോടതി അലക്ഷ്യമായി തെറ്റിദ്ധരിക്കരുത്. കോടതിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള ഒരു വീക്ഷണമാണ് ഈ കേസിൽ നടത്തിയിട്ടുള്ളത് എന്ന് പറയാൻ സാധാരണക്കാരായ നമുക്ക് സാധിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെയാണല്ലോ പോകുന്നത്. എന്തായാലും കേരളത്തിന്റെ പൊതുബോധം ആശങ്കപ്പെട്ടതുപോലെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള ദുരൂഹത ഇനിയും അകറ്റുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള സമഗ്രമായ സമ്പൂർണ്ണമായ അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം.
നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൾ രജിസ്റ്ററുകളോ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്നതോ നവീൻ ബാബുവിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് പോയ കോളുകളോ ഇതിന്റെ കോൾ രജിസ്റ്റർ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളോ ടവർ ലൊക്കേഷനുകളോ ഒന്നും പോലീസ് സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ CCTV ദൃശ്യങ്ങൾ പോലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള കുറ്റമറ്റ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കോടതി എന്തുകൊണ്ട് നിരീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിന് നീതി കിട്ടുന്നത് വരെ ഈ മരണത്തിന്റെ ദുരൂഹതകൾ അകറ്റാൻ ഏതറ്റം വരെയും നിയമ പോരാട്ടമായി പോകും, വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ വരെ പോകും എന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെത് ഒരു കാരണവശാലും ആത്മഹത്യയല്ല, കൊലപാതകം തന്നെ എന്നുള്ള ഒരു സംശയത്തിൽ കേരളത്തിന്റെ പൊതുബോധം നിൽക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബവും അങ്ങനെ തന്നെ വിശ്വസിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഇനി എവിടെ നിന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ള ആശങ്ക തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധത്തിനുള്ളത്. തീർച്ചയായും ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നുകിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ അഥവാ സുപ്രീം കോടതിയിലോ നവീൻ ബാബുവിന്റെ കുടുംബം സമീപിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഏക പ്രതീക്ഷ അതിൽ തന്നെയാണ്. എന്തായാലും ഇപ്പോഴും നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഇപ്പോഴും പുറത്തു വിലസുന്നു, അഥവാ അവർ ആരുടെയൊക്കെ സംരക്ഷണയിൽ കഴിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. തീർച്ചയായും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് നമുക്ക് ഈ വൈകിയ വേളയിലും പ്രത്യാശിക്കാം, കാത്തിരിക്കാം.